ചേച്ചി, ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനുള്ളതല്ലേ? ഈ 2 ഡ്രസ്സില് ചേച്ചിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? പറ ചേച്ചി, ഏതാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെ? ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇത്രയും വലിയ വീട്ടുകാരുടെ ഫംഗ്ഷൻ ഇട്ടോണ്ട് ചെന്ന ആൾക്കാർ ചിരിക്കും മക്കളെ. അതെ, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഇങ്ങനെയുള്ളവരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ കുറച്ച് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യണ്ടേ? നല്ല ഭംഗിയുള്ളൊരു ധാവണിയും പാവാടയും എടുത്താ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ കാണുന്ന പോലെ ഉണ്ടാവും. ആയിക്കോട്ടെ ചെറിയമ്മേ, ചെറിയമ്മ പറഞ്ഞതുപോലെ ധാവണിയും പാവാടയും എടുത്തോളാം. എന്നാ ചെന്ന് ചമഞ്ഞൊരുങ്ങി വന്നാട്ടെ. മമ്മി, എന്താടി? എന്താന്നോ ഞാൻ ഇഷ്ടപ്പെടുന്ന മിഥുൻ അടിച്ചു മാറ്റാൻ അവളുടെ ശ്രമം എന്നറിഞ്ഞോണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോ ധാവണി കൊടുത്തോ മുടി പിന്നിയിട്ടോ എന്തിനാ മമ്മി ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നേ? പാർട്ടിയിൽ അവരെ ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അയ്യോ എന്റെ മരമണ്ടി, നീ മനസ്സിലാക്കിയത് അങ്ങനെയാണ്? പിന്നല്ലാണ്ട്. അതല്ലടി കാര്യം. അവിടെയുള്ളവരൊക്കെ ഹൈഫൈ പാർട്ടീസാ. എല്ലാവരും മോഡേൺ ഡ്രസ്സും ഇട്ടേ വരൂ. ഇവളിങ്ങനെ ധാവണിയും പാവാടയും ഉടുത്ത് കുഗ്രാമത്തിലെ മരമോന്തേ വന്ന് നിക്കട്ടെ. അപ്പോ ഇതിനെ കാണുമ്പോ തന്നെ ഇതിന് വെറുപ്പ് തോന്നി തിരിഞ്ഞു പോലും നോക്കില്ല. അത് ശരിയാ മമ്മി. അരുന്ധതിയെ പറ്റി നീ എന്താ കരുതിയേ? നീ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഡയാന രാജകുമാരിയെ പോലെ വന്ന് നിക്കണം. അപ്പൊ നിന്നെ കണ്ടതും അവൻ കമന്നടിച്ചു വീഴും. മമ്മി മമ്മി ഇങ്ങനെ പറയുമ്പോ തന്നെ കേക്കാൻ എന്ത് സുഖം. മിഥുൻ അവളെ കണ്ടതും അറപ്പ് തോന്നണം. ആ തക്കം നോക്കി നിനക്ക് സെറ്റ് ചെയ്ത് തരാം. താങ്ക് യു മമ്മി, ഇത് വർക്കൗട്ട് ആവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഹായ് മിഥുൻ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. സമയത്ത് എത്തിയല്ലോ, ചെല്ല് അങ്ങോട്ട് ചെല്ല്. ഓക്കെ. ആ സ്നാക്സ് കഴിച്ചോ? ഞാനിപ്പോ വരെ. ഹായ് ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. മിഥുനേട്ടോ, ഏട്ടന്റെ ബോഡി ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് എവിടേക്കോ പറന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ ഉദ്ദേശിച്ചത്? എനിക്കറിയാം ഏട്ടാ, ഏട്ടത്തിയെ കാണുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണല്ലേ? അങ്ങനെയൊന്നുമില്ലടാ. ഏട്ടത്തി ഇപ്പൊ വരൂ ഏട്ടാ. അതുവരെ ഏട്ടന്റെ ഈ പ്രസൻസേ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യേ. അമ്മേ, വല്യേട്ടാ. ഓ ഹാപ്പി ബർത്ത്ഡേ വല്യേട്ടാ. താങ്ക് യു സഞ്ജു. അതിരിക്കട്ടെ, ഏടത്തിയമ്മ ഇതുവരെ വന്നില്ലേ വല്യേട്ടാ? നമ്മുടെ സാറ് മേഡത്തിന് വേണ്ടിട്ടേ കണ്ണില് മെർക്കുറി ലൈറ്റും കത്തിച്ചു വെച്ചുകൊണ്ട് കാത്തിരിക്കുക സഞ്ജുവേ. എനിക്ക് ഏടത്തിയമ്മ കാണാൻ തിടുക്കായി. എങ്ങനെയുണ്ടാവും, എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. എപ്പോഴാ ഏട്ടാ വരിക? വരൂട സഞ്ജു, വെയിറ്റ്. നമസ്കാരം. വരൂ വരൂ. അമ്മേ, നോക്കി നടന്നൂടെ അമ്മേ? പടിയെന്നിറങ്ങുമ്പോ കാലങ്ങനം തന്നെയാൽ എന്താവും? ഒന്നും പറ്റിയില്ലല്ലോടാ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാരും ഉള്ളപ്പോ എനിക്ക് എന്ത് സംഭവിക്കുന്ന? വാ അമ്മേ. അമ്മ എവിടെ ഇരിക്കെ?
അതിരിക്കട്ടെ, മിഥുൻ കെട്ടാൻ പോകുന്ന പെണ്ണെവിടെടാ? ഇതുവരെ എത്തിയില്ലേ? എത്തിയിട്ടില്ലമ്മേ, വരുന്ന വഴിയാവും. അച്ഛമ്മേ, ഞങ്ങള് എടുത്തിയമ്മ കാണാനാ വെയിറ്റിംഗ്. അച്ഛമ്മേ, ഏട്ടത്തിയമ്മ കാണാൻ എങ്ങനെയുണ്ടാവും? നല്ല ഭംഗിയുണ്ടാവോ? വല്യേട്ടന് മാച്ച് ആയിരിക്കോ? പറ അച്ഛമ്മേ. വരുമ്പോ നേരിട്ട് കാണാലോ. എന്താന്നറിയില്ല അച്ഛമ്മേ, ഏട്ടത്തിയമ്മ കാണാൻ എന്തെന്നില്ലാത്തൊരു ആകാംക്ഷ. എന്റെ ഏട്ടൻ സാക്ഷാൽ ശ്രീരാമനാ. അപ്പൊ സീതാദേവി തന്നെയായിരിക്കും ഭാര്യയായി വരിക. ഞാൻ എന്തിനു വെറുതെ പേടിക്കണം? നിന്റെ നാവ് പൊന്നാവട്ടെ. എന്റെ മിഥുന് നീ സ്വന്തം അനിയത്തേക്കാൾ വലുതാ. ചെറിയച്ഛന്റെ മോളാന്ന് നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഏട്ടനെന്റെ ജീവനാ. അച്ഛമ്മേ, എന്നെ അനുഗ്രഹിക്കണം. എന്റെ ആയുസും കൂടെ എന്റെ ഈ മോന് കിട്ടട്ടെ. താങ്ക് യു അച്ഛമ്മേ. എടാ മിഥുനെ, മേഘന എവിടം വരെ എത്തിയടാ? ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? വിളിക്ക് വിളിക്ക്. വിളിക്കേട്ടാ, ഏട്ടത്തിയമ്മ വിളിക്ക്. മിഥുനേട്ടാ, അവര് വന്നോണ്ടിരിക്കുക. എന്താ ഇത്? എന്തു പറ്റി മോളെ? ഏട്ടനെ കല്യാണം കഴിക്കുന്ന ആള് നമ്മളെ എല്ലാരും പോലെ നമ്മുടെ അന്തസ്സിനൊത്ത ഒരാളായിരിക്കണ്ടേ? അങ്ങനെ വലിയൊരു കുടുംബത്തിലെ പെണ്ണിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടി എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചേരും ഡാഡ്? എന്നിട്ട് ആ പെണ്ണിന് വേണ്ടി ഇവിടെ ഇങ്ങനെ എല്ലാരും കാത്തിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിയാണ് ജയദേവേട്ട. ഞാനും അമ്മയും ഹർഷിണിയും സഞ്ജനയും ഒരു വെക്കേഷന് പോയിട്ട് വന്നപ്പോഴേക്കും ഞങ്ങളെ ഒരു വാക്കറിയിക്കാതെ മിഥുന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ. അതും പോരാണ്ട് ഒരു മിഡിൽ ക്ലാസ് കുട്ടിയെ. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജയേട്ട. ഡാഡി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഹർഷിണി, നമ്മൾ ഒരിക്കലും ആളെ നേരിട്ട് കാണാതെ മനസ്സിനെയോ മനസ്സ് കാണാതെ ഒരാളുടെ സ്റ്റേറ്റസിനെയോ അളക്കാൻ ശ്രമിക്കരുത്. നിന്റെ ഡാഡി ബന്ധം ഉറപ്പിച്ചു വന്ന സമയത്ത് ഇതുപോലെ ഞാനും പ്രതികരിച്ച് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷേ മേഘനയെ നേരിട്ട് കണ്ട ശേഷം അവള് നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് വന്ന അത് നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഇത് ഉറപ്പിച്ചത്. അതല്ല മമ്മി. ഹർഷിണി, നിങ്ങൾ ആരും മേഘനയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ആദ്യം അവളെ ഒന്ന് പരിചയപ്പെട്. എന്നിട്ട് മതി വിശകലനം ചെയ്യലും അഭിപ്രായം പറയലും ഒക്കെ. അതിനു പകരം മേഘന ആരാണെന്നും എന്താണെന്നും അറിയാതെ വായി തോന്നിയത് വിളിച്ച് പറയാൻ നിൽക്കരുത്. നീ പറഞ്ഞതാ ശരി മോളെ. നിങ്ങൾക്കറിയോ, എന്റെ കാലശേഷം ഈ കുടുംബം നോക്കി നടത്താൻ പ്രാപ്തിയുള്ളവരാരും ഇല്ലല്ലോ എന്നോർത്തിരിക്കുമ്പോഴാ ദേവതയെ പോലെ നിന്റെ അമ്മ അരുണിമ എന്റെ മൂത്ത മരുമോളെ എത്തിയത്. എല്ലാ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അന്തസ്സും അഭിമാനവും കാത്തു. അങ്ങനെയുള്ള എന്റെ ജയദേവൻ ഇന്ന് മറ്റൊരു കുട്ടിയെ മിഥുന് ഭാര്യയായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളും അരുണിമയെ പോലെ ഉന്നത ഗുണങ്ങൾ ഉള്ളവളായിരിക്കും. ഈ വീടിന്റെ അന്തസ്സിന് കോട്ടം തട്ടാത്ത വിധത്തിൽ നോക്കിക്കൊള്ളുമെന്ന് എനിക്കുറപ്പുണ്ട്. അരുണിമയായാലും ജയദേവനായാലും തെറ്റായ ഒരു തീരുമാനം എടുക്കില്ല. അതാദ്യം മനസ്സിലാക്ക. നടക്ക്, വാ.
ആ നിന്നേ അവിടെ. എങ്ങോട്ടായി കേറി പോന്നേ? അകത്തേക്ക് കേറി പോവാൻ പാടില്ല. ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എന്ത് തോന്നിയ സൈ പറയുന്നേ? ഞങ്ങൾ ആരാണെന്നറിയോ? അരുന്ധതിയാണിത്. അരുന്ധതി? ഒന്ന് വായടയ്ക്ക്. അരുന്ധതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നീ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി വല്ലതാണോ? ഞങ്ങള് മിഥുൻ സാറിന്റെ പാർട്ടിക്ക് ബർത്ത്ഡേ പാർട്ടിക്കോ? അകത്ത് വലിയ വലിയ ആൾക്കാരാ വന്നിരിക്കുന്നത്. പോവാൻ നോക്ക്. അതല്ല. ഏയ്, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഞങ്ങളുടെ കാല് പിടിച്ച് പാർട്ടിക്ക് വിളിച്ചു വരുത്തിയിട്ട് എങ്കിൽ ഇൻവിറ്റേഷൻ എവിടെ? ഇൻവിറ്റേഷൻ ഇല്ലാതെ കേറി വന്നതാണെന്ന് കരുതിയോ? ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയില്ല. ഈ വീട്ടിലെ അടുത്ത ബന്ധുക്കളാ. അരുന്ധതി, എന്താണ് ഇത്? മോളെ മേഘന. അയ്യോ അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. ചെറിച്ച കാല് മുറിഞ്ഞിട്ടുണ്ട്. അതിന്ന് ചോരയും വരുന്നുണ്ട്. പെട്ടെന്ന് ഇതിന്റെ കാല് കെട്ടണം. മാഡം 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 നിക്കവിടെ. സാർ പോരുത് സാർ, പ്ലീസ് പ്ലീസ്. മാഡം മാഡം നിക്കവിടെ. മാഡം നിക്കല്ലേ പറഞ്ഞേ? അവിടെ നിക്കാല്ലേ പറഞ്ഞേ? മേഘന, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. ഫസ്റ്റ് എയ്ഡ് എടുത്തോണ്ട് വരൂ. ഇപ്പൊ കൊണ്ടുവരും. നിക്കോളെ. പെട്ടെന്ന് ഇതിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. എങ്ങനെയാ? അയ്യോ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് കൊണ്ടുവരുമോ? പെട്ടെന്ന് കുറച്ച് ഹോട്ട് വാട്ടർ തരുമോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് കൊണ്ടുവരുമോ? ബാൻഡേജ് വല്ലതും ഇരിപ്പുണ്ടോ? അയ്യോ ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ നോക്കിക്കോളാം. സാരില്ല കേട്ടോ, ഇപ്പൊ തീരും. റെഡിയായി. ഇനി കുറഞ്ഞോളൂ കേട്ടോ. നിനക്കൊന്നുമില്ല കേട്ടോ, മുറിവ് കെട്ടിയില്ലേ? ഇനി പെട്ടെന്ന് മാറിക്കോളും, പേടിക്കണ്ട കേട്ടോ. കൊണ്ടേക്കോളൂ, സൂക്ഷിച്ചു നോക്കിക്കോണേ. അയ്യോ സോറി. ഏയ്, ആരാ നീ? എന്താ ഇവിടെ കയറി വന്നിങ്ങനെ? ഇങ്ങനെയാണോ ഒരു വീട്ടിൽ കയറി വരുന്നത്? പ്രിയമതേ, വെയിറ്റ്. അമ്മേ, ഈ കുട്ടിയാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന മേഘന. ഈ പെണ്ണോ? ഇവളാണോ മേഘന? ജയദേവ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയുണ്ട്. മോളെ മേഘനെ, ഇതാണ് എന്റെ അമ്മ. അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ മോളെ, എഴുന്നേക്ക്. പ്രതീക്ഷിച്ച പോലെ തന്നെ രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും
സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. മോളെക്കുറിച്ച് എന്റെ മോനും മിഥുനും ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നേരിട്ട് കണ്ട ശേഷം അവര് പറഞ്ഞതൊക്കെ കുറഞ്ഞു പോയെന്ന് തോന്നിപ്പോവാ. അരുണിമേ, ഒരു മിണ്ടാപ്രാണിയുടെ കാല് മുറിഞ്ഞപ്പോഴേക്കും അതിനോട് കാണിച്ച അനുകമ്പ നാളെ ഇവള് ഈ വീട്ടിലെ മരുമകളായി എന്റെ മിഥുന്റെ ജീവിതത്തിലേക്ക് വന്ന ഈ വീട് ഇവളൊരു സ്നേഹ കൊട്ടാരമാക്കി മാറ്റും. എനിക്ക് ഉറപ്പായി. മോളെ മേഘനെ, അത് എന്റെ അനുജന്റെ ഭാര്യ പ്രിയംവദ. ആ നിൽക്കുന്നത് സഞ്ജന. വലിച്ച എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കോളാന്നേ. ഹലോ എടുത്തി, എന്റെ പേര് സഞ്ജന. ഞാൻ മിഥുന്റെ ഇളയച്ചന്റെ മോള, പുന്നാര അനിയത്തിയ. കല്യാണം കഴിഞ്ഞ് പോരെടുക്കാൻ ഞാൻ മുമ്പിലുണ്ടാവും. മോളെ മേഘനെ, അവളാണ് ഹർഷിനി, എന്റെ ഇളയ മോള്. അമ്മേ, അത് നരേന്ദ്രൻ, മേഘനയുടെ ചെറിയച്ഛനും ചെറിയമ്മയാ. നമസ്കാരം. നമസ്കാരം. മേഘനയുടെ അനിയത്തി ചാരുമതി, അനിയൻ നിതിൻ. നമസ്കാരം. എന്താ ചെറിയമ്മ ഇത്? എന്റെ ദേഹമാസകലം വിറയ്ക്കുക. എനിക്കെന്താ സന്തോഷം കൊണ്ട് രോമാഞ്ചം ഉണ്ടായിന്നാണോ വിചാരിച്ചേ? ഞാനിവിടെ നിന്നെക്കാളും ഭ്രാന്തെടുത്തിരിക്കുക ആ മേഘനെ കണ്ടപ്പോ തൊട്ട്. ചേടാ, നമ്മളെവിടെ? നമ്മുടെ സ്റ്റാറ്റസ് എവിടെ? ഞാൻ എങ്ങനെയാ ചെറിയമ്മ ഇങ്ങനെ ഒരു പീറ പെണ്ണിനെ ഏട്ടത്തിയമ്മ എന്നൊക്കെ വിളിക്ക? ഓ ഗോഡ്, ആ പെണ്ണിനെ കാണുന്നവരെ എങ്ങനെ ഇരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റി എന്റെ മനസ്സിലുണ്ടായിരുന്നു. ചേച്ചിയുടെയും ചേട്ടന്റെയും സെലക്ഷൻ തെറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ മേഘനെ കണ്ട ശേഷം എന്റെ ഒപ്പീനിയൻ പാടെ മാറി. മമ്മിയും ഡാഡിയും സെലക്ട് ചെയ്തത് പോട്ടെ, മിഥുനേട്ടൻ എന്തിനെതിരെ നിന്നു കൊടുത്തു? നമ്മുടെ കഷ്ടകാലം. One minute, ഞാനിപ്പോ വരാം.